വാർത്തകൾ വിശദമായി. ലോക മാർക്കറ്റിൽ ബുദ്ധിസാമർഥ്യമുള്ളവരെ സപ്ലൈ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി സജി ചെറിയാൻ. യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിൽ ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണവും കരിയർ ഗൈഡൻസും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് യുവാക്കൾ വിദേശങ്ങളിലേക്ക് പോകുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. വിദേശ രാജ്യങ്ങളിലെ തൊഴിലിടങ്ങളിൽ മലയാളികൾക്കാണ് ആദ്യ പരിഗണന. കേരളത്തിലെ വിദ്യാഭ്യാസം കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കരുത്തുള്ള മിടുക്കരായ ആളുകളെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇവിടെ പലരും പറയും നാട് വിട്ട് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം പൊക്കൊണ്ടിരിക്കുക. നാട് വിട്ട് ചെറുപ്പക്കാർ പോകുന്നതിനെ കുറിച്ച് എന്തിനാ ആശങ്കപ്പെട്ട കാര്യം? എന്തുകൊണ്ടാണ് പോകുന്നത്? വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ്. ഞാനൊരു വിദേശ രാജ്യത്ത് പോയ സന്ദർഭത്തിൽ മന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഭരണാധികാരികളായ അതിൽ ചെറിയ ഒരു വകുപ്പിൽപ്പെട്ട ഒരു ആളുകളുമായി സംസാരിക്കാൻ അവസരം കിട്ടി. അവരെന്നോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ സംരംഭങ്ങളിൽ 100 അപേക്ഷ വന്നാൽ ഞങ്ങൾ ആദ്യം സോർട്ട് ചെയ്യുന്നത് മലയാളി ഉണ്ടോ എന്ന് നോക്കിയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചെന്താന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, മലയാളി ബുദ്ധിമാനാണ്. നിങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ എന്താണെന്ന് ചോദിച്ചാൽ പ്രായോഗികമായി കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവനാണ്, ആത്മാർത്ഥം, സത്യസന്ധത. ഇപ്പൊ നമ്മളെ പറ്റി, നമ്മുടേതല്ലാത്ത ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ പറ്റിയുള്ള വീക്ഷണത്തിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നാം പടുത്തുയർത്തിയ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ഗുണപാഠമാണ് നമ്മളെ പറ്റി അവർക്കുള്ള ബഹുമാനം. അതുകൊണ്ടാണ് ലോകത്ത് എവിടെ ചെന്നാലും ജോലി കിട്ടുന്നത്. ആരും വർഗീയവാദികളും മതഭ്രാന്തന്മാരുമാകരുത്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പുറകെ പോകരുത്. ശാസ്ത്രബോധവും യുക്തിബോധവും പ്രായോഗികതയും ഉള്ളവരായി മാറണം. ഇതാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ മണ്ഡലത്തിൽ 100% വിജയം നേടിയ സ്കൂളുകൾക്കുള്ള ജിമ്മി കെ ജോസ് മെമ്മോറിയൽ എൻഡോവ്മെന്റ് കൃഷിമന്ത്രി P. പ്രസാദ് സമ്മാനിച്ചു. പാതിരപ്പള്ളി കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. PP ചിത്തരഞ്ജൻ MLA, ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ KK ജയമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം R. റിയാസ്, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP സംഗീത, സുദർശനാഭായ് ടീച്ചർ, അജിത് കുമാർ, ടെക്ജൻഷ്യ CEO ജോയി സെബാസ്റ്റ്യൻ, സൈലം ഗ്രൂപ്പ് CEO ഡോക്ടർ S. അനന്തു, ഡയറക്ടർ ലിജീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായാണ് കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനകളിൽ സൂക്ഷ്മത പുലർത്തണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. പിണറായിയുടേത് സാധാരണക്കാരന്റെ ശൈലിയാണെന്നും എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ കുറച്ച് ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം തവണ ജനങ്ങൾ വീഴില്ലെന്ന ഗീവർഗീസ് മാർ കൂറിലോസിന്റെ പരാമർശത്തിനെതിരെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. പുരോഹിതന്മാരിലും വിവരദോഷികൾ ഉണ്ടാവാമെന്ന പിണറായിയുടെ വിവാദ മറുപടിയിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. സാഹിത്യ ഭാഷയിലല്ല പിണറായി വിജയൻ സംസാരിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റേത് സാധാരണക്കാരുടെ ശൈലിയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രസ്താവനകളിൽ സൂക്ഷ്മത പാലിക്കണം. പിണറായിയുടെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ടെന്നും അത് മനസ്സിലാക്കി സംസാരിക്കേണ്ടിയിരുന്നെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സൂക്ഷ്മത ആ പറച്ചിൽ വേണമായിരുന്നു. കാരണം ഒരു സഭയിൽ ഉള്ള ഒരു ആരായാലും, ഒരു വ്യക്തിയോടായാലും, ഒരു പള്ളിയിലെ അച്ഛനോടായാലും, ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് പറയുന്നതായിരുന്നു നല്ലത്. കാരണം ഇവിടെയെല്ലാം പിണറായി, പ്രത്യേകിച്ചും പിണറായിയുടെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആളുകളുടെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് സൂക്ഷിച്ച് അദ്ദേഹം പറയേണ്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ അത് പിണറായി സ്റ്റൈലാണ്. ആ പിണറായി സ്റ്റൈൽ അത് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. തകിയുടെ ഭാഷയിലോ മറ്റ് സാഹിത്യ ഭാഷയിലോ ഒന്നും പറയാൻ പിണറായിക്കറിയില്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട്, ഒരു ചെത്തുകാരൻ്റെ മകനായിട്ട് വളർന്ന് വന്ന് വലിയ രാഷ്ട്രീയ നേതാവ് ആയപ്പോൾ പോലും സാധാരണക്കാരൻ്റെ ഭാഷയും ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ആ സാധാരണക്കാരൻ്റെ ഭാഷയിലുള്ള ഭാഷകൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ആ ഭാഷ വേണ്ടായിരുന്നു. കാരണം പൊതുജനത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നൊരു ഭാഷാപ്രയോഗമായിരുന്നു, ഒഴിവാക്കാമായിരുന്നു. കുറച്ചുകൂടെ ഭാഷകൾ പറയുമ്പോൾ പിണറായി പറയാൻ എന്തും പറയാം. മുഖ്യമന്ത്രി എന്ന നിലയിൽ പറയുമ്പോൾ വാക്കുകൾ കുറച്ചുകൂടെ കരുതലോടെ കൂടി പറയുന്നതായിരിക്കും അഭികാമ്യം.
സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും അതിനെല്ലാം പിണറായി വിജയൻ മാത്രം ഉത്തരവാദിയാണെന്ന് പറയുന്നത് ശരിയല്ല. പ്രവചിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം താൻ പ്രതീക്ഷിച്ചിരുന്നതല്ലെന്നും ബി.ജെ.പിയുടെ നേട്ടം ചെറുതായി കാണാനാവില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി എച്ച് സലാം എം.എൽ.എ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ യോഗം ചേർന്നു. രോഗികളുടെ ചികിത്സാ വിവരങ്ങളും രോഗാവസ്ഥയും ഒപ്പമുള്ളവരെ പ്രധാന ഡോക്ടർമാർ യഥാസമയം അറിയിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സംവിധാനം ഒരുക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായി. കുറ്റമറ്റ നിലയിൽ ചികിത്സ ലഭ്യമാക്കുന്നതിന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങൾ പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവരുടെ നേതൃത്വത്തിൽ കൃത്യമായി നിരീക്ഷിക്കണമെന്ന് യോഗം തീരുമാനിച്ചു. മെഡിക്കൽ ഓഫീസർമാർ പ്രവർത്തന സമയം ആശുപത്രിയിലുണ്ടെന്നും ജീവനക്കാർ കൃത്യതയോടെ ജോലി ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം. തിരക്കൊഴിവാക്കുന്നതിനായി ആശുപത്രി ഫാർമസിയിലെ 10 കൗണ്ടറുകളും പൂർണ്ണ സജ്ജമാക്കി പ്രവർത്തിക്കാനും യോഗം തീരുമാനിച്ചു. മെഡിസിൻ ICUവിന്റെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ സൂപ്രണ്ടിനെയും മെഡിസിൻ HODയെയും ചുമതലപ്പെടുത്തി. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ആശുപത്രി വികസന സമിതി യോഗം ചേരണമെന്നും തീരുമാനിച്ചു. സൂപ്രണ്ട് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ മെറിയം വർക്കി, സൂപ്രണ്ട് ഡോക്ടർ A. അബ്ദുൾ സലാം, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് രാഘവൻ തുടങ്ങിയവരും പങ്കെടുത്തു. തടി കയറ്റി വന്ന ലോറി വീടിന് മുന്നിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ പുറക്കാട് ജംഗ്ഷന് തെക്ക് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് തടി കയറ്റിപ്പോയ ലോറിയുടെ ഡ്രൈവർ കുമാർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. പുത്തൻപറമ്പ് ബാബുവിന്റെ വീടിന് മുന്നിലേക്കാണ് ലോറി തലകീഴായി മറിഞ്ഞത്. ഇദ്ദേഹം മത്സ്യബന്ധനത്തിന് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു അപകടം. ലോറി മറിഞ്ഞ് വീടിന്റെ ജനൽ ചില്ലുകൾ പൊട്ടി ബാബുവിന്റെ മാതാവ് തങ്കമ്മയ്ക്കും പരിക്കേറ്റു. ഒരു 3:30 ആയപ്പോൾ ഒരു ഭയങ്കര ശബ്ദം കേട്ട് വെളിയിലോട്ട് വന്ന് കഥ തുറന്നപ്പോൾ കണ്ട് ഇത് പേടിച്ചു. അപ്പോൾ വെളിയിൽ നിന്ന് ഭയങ്കര വിളിയായിട്ട് ഓടി ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയുടെ ആളുകളെയൊക്കെ അവർ പയ്യെ ഇറങ്ങി വെളിയിലോട്ട് അരമണിക്കൂർ അവരൊക്കെ ഇറങ്ങി വന്നു. അത് കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നെ ചെറിയ പരിക്കുകൾ വീഴുന്നുണ്ട്. പിന്നെ എൻ്റെ ടാങ്കും ഒക്കെ പൊളിഞ്ഞു പോയി. അങ്ങനെ കുഴപ്പമൊന്നും ആളിനാവാനൊന്നും പറ്റില്ല. അപകടത്തിൽ ലോറിയുടെ ക്ലീനർ തിരുവനന്തപുരം സ്വദേശി ദിലീപിന്റെ കൈക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. ബിജുവിന്റെ വീടിന് മുന്നിൽ വെച്ചിരുന്ന സ്കൂട്ടർ തടികൾക്കിടയിൽപ്പെട്ട് തകർന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കൈവരികൾ തകർത്താണ് ലോറി മറിഞ്ഞത്. സർവീസ് റോഡിലേക്ക് മറിഞ്ഞതിനാൽ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഹോട്ടൽ ഉടമകൾക്കായി ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സീനിയർ സിവിൽ ജഡ്ജും സെക്രട്ടറിയുമായ പ്രമോദ് മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ ഭക്ഷണക്രമത്തോടൊപ്പം തന്നെ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാതെ നോക്കുക എന്നുള്ളത് ഇതിനകത്ത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഈ അടുത്ത സമയങ്ങളിൽ തന്നെ പല ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകളൊക്കെ കേന്ദ്രീകരിച്ച് മോശം ഭക്ഷണം നൽകുന്നു എന്നുള്ള ഒരു ആരോപണം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന മറ്റ് പദാർത്ഥങ്ങൾ, ഇതിൻ്റെ കാര്യത്തിൽ എല്ലാം അതീവ സൂക്ഷ്മത കാത്തു സൂക്ഷിക്കേണ്ട, പുലർത്തേണ്ട ഒരു സമയമാണ്. കാരണം തീർച്ചയായിട്ടും ഭക്ഷണക്രമത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമ്മളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് വ്യായാമത്തിൻ്റെ കാര്യം. ഇപ്പോൾ പണ്ട് ഒരു കാലത്ത് നമുക്ക് ധാരാളം മൈതാനങ്ങളും ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുട്ടികൾക്ക് പോയി കളിക്കാനും ഉല്ലസിക്കാനും ഒക്കെ കഴിയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു കാലമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് പെയ്ഡ് ഗ്രൗണ്ടുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ കുട്ടികളെ മിങ്കിൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സാധ്യത വളരെ കുറഞ്ഞു വരുന്നൊരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ജില്ലാ കോടതി അദാലത്ത് ഹാളിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി. ലീഗൽ സർവീസസ് അതോറിറ്റി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ബി ബിന്ദുഭായ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മനാഫ്, ജില്ലാ സെക്രട്ടറി നാസർ താജ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ രാഹുൽ രാജ് ക്ലാസ് നയിച്ചു. വടക്കൻ വെളിയനാട് 1810 നമ്പർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് ദാനവും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു. കരയോഗ മന്ദിര ഹാളിൽ ശനിയാഴ്ച രാവിലെ 10-നായിരുന്നു പരിപാടി. MBBS പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ സീതാലക്ഷ്മി M. കൃഷ്ണ, BAMS പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പാർവതി ബാലകൃഷ്ണൻ, +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഐശ്വര്യ നായർ, SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ KM മാളവിക
MS അനുശ്രീ എന്നിവരെയാണ് ആദരിച്ചത്. NSS കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ KP നാരായണപിള്ള അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും പോരായ്മകൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ വളർച്ച ഉറപ്പാക്കാൻ സാധിക്കൂ. അതിനുള്ള ഒരു തുടക്കമാണ് കരയോഗം എന്ന് പറയുന്ന ആ സംവിധാനം. നായർ സർവീസ് സൊസൈറ്റി 1914 അത് തുടങ്ങിയപ്പോൾ നായർ സമുദായ ഉന്നതിക്കായി പ്രവർത്തിക്കാമെന്ന സത്യപ്രതിജ്ഞയോടുകൂടി മറ്റു സമുദായങ്ങൾക്ക് ശോഭകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യില്ല എന്ന പ്രതിജ്ഞയോടുകൂടി ആണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതായത് നായർ സമുദായ ഉന്നതിക്കായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് സമുദായങ്ങൾക്ക് ദോഷകരമാകുന്ന ശോഭകരമാകുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവൃത്തികളൊന്നും ചെയ്യില്ല എന്നുള്ള ആ ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് നായർ സർവീസ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നും ഏകദേശം 110 കൊല്ലം കഴിഞ്ഞിട്ടും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇന്നും നായർ സമുദായത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് വിശാലമായ ഒരു കാഴ്ചപ്പാടോടി കാണുന്നതാണ്. സമ്മേളനത്തിൽ കരയോഗം പ്രസിഡന്റ് ജയകുമാർ ജ്യോതിസ് അധ്യക്ഷനായി. യൂണിയൻ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ, യൂണിയൻ കമ്മിറ്റി അംഗം P. ഉദയകുമാർ, കരയോഗം സെക്രട്ടറി CG ഉണ്ണികൃഷ്ണൻ നായർ, വൈസ് പ്രസിഡന്റ് S. ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CITU ദേശീയ കൗൺസിൽ അംഗം R. നാസർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KS പ്രദീപ് കുമാർ അധ്യക്ഷനായി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പോഴപ്പോഴും ഇടപെടാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി വഴിയോര കച്ചവട തൊഴിലാളികളുടെ ഫെഡറേഷന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ കരുത്തോടുകൂടിയും അതോടൊപ്പം തന്നെ ഇന്ന് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പണിയെടുക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം എന്തുകൊണ്ടും ഏത് നിലയിലും അത് വിജയിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ആലപ്പുഴയിലെ CITU പ്രസ്ഥാനമേറ്റത്. ആ കാര്യത്തിൽ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി, അതുപോലെ ഇതിൻ്റെ സംഘാടക സമിതി, അതുപോലെ ഇതിൻ്റെ ഫെഡറേഷൻ തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കുന്നതിന് CITUമായി ബന്ധപ്പെട്ട അഫിലിയേറ്റ് ചെയ്ത എല്ലാ യൂണിയൻ്റെയും സഹായവും സഹകരണവും ഉണ്ടാകുന്നതിന് അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള CITU ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ആദ്യം തന്നെ ഉറപ്പു നൽകുക. എന്നാൽ വർത്തമാനകാല സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടിൽ നമുക്കിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിൽ നമുക്ക് നേടാൻ കഴിയില്ല. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ, PP പവനൻ, അജയ് സുധീന്ദ്രൻ, TA നാസർ, M. സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 4, 5, 6 തീയതികളിലായി ആലപ്പുഴയിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. SNDP യോഗം മാമ്പുഴക്കിരി 442 നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് S. അജേഷ് കുമാർ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് TK ദേശായി അധ്യക്ഷനായി. ശാഖാ സെക്രട്ടറി R. രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് AK ശ്രീകുമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആരതി ഷിജോ, പുഷ്പവല്ലി രഘുത്തമൻ എന്നിവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ KSRTC ജീവനക്കാരുടെ മക്കൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. എടത്വ ഡിപ്പോ ജീവനക്കാരുടെ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എടത്വ ഡിപ്പോയിൽ നിന്ന് ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ഡ്രൈവർ T. സുഗുണന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ഡിപ്പോ മുൻ ഇൻചാർജ് B. രമേശ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ കൺവീനർ അജിത് അധ്യക്ഷനായിരുന്നു. ഡിപ്പോ ഇൻചാർജ് രശ്മിനാഥ്, ജീവനക്കാർ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ ചില അറിയിപ്പുകൾ. അർത്തുങ്കൽ റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ കെയർടേക്കർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു.
ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും ബി.എഡും ഉണ്ടായിരിക്കണം. 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർ സ്ഥായിയായ രോഗങ്ങളില്ലെന്ന് മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപത്രം സമർപ്പിക്കണം. അർഹതയുള്ളവർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജൂൺ 13-നകം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, സിവിൽ സ്റ്റേഷൻ അനക്സ്, തത്തമ്പള്ളി PO, ആലപ്പുഴ എന്ന വിലാസത്തിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477 22 511 03 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ആണ് യോഗ്യത. PSC അംഗീകരിച്ച B.Ed, M.Ed യോഗ്യതയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജൂൺ 13-നകം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, സിവിൽ സ്റ്റേഷൻ അനക്സ്, തത്തമ്പള്ളി PO, ആലപ്പുഴ എന്ന വിലാസത്തിൽ അപേക്ഷ നൽകണം. വിശദ വിവരങ്ങൾക്ക് 0477 22 511 03 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ മിൽക്ക് ഷെഡ് വികസന പദ്ധതിയിലേക്ക് ആലപ്പുഴ ജില്ലയിലെ 12 ക്ഷീരവികസന യൂണിറ്റുകളിൽ വുമൺ കാറ്റിൽ കെയർ വർക്കർമാരെ നിയമിക്കുന്നു. പ്രായപരിധി 18 മുതൽ 45 വയസ്സ് വരെ. വിദ്യാഭ്യാസ യോഗ്യത ചുരുങ്ങിയത് SSLC. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം. വുമൺ കാറ്റിൽ കെയർ വർക്കറായി മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. അതാത് ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ താമസിക്കുന്നവർ മാത്രമേ അപേക്ഷിക്കാവൂ. അപേക്ഷ ജൂൺ 14 ഉച്ചയ്ക്ക് 3 മണി വരെ സ്വീകരിക്കും. തെരഞ്ഞെടുക്ക ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.